അമേരിക്കൻ മണ്ണിൽ നരേന്ദ്രമോദി നടത്തിയ ആ നീക്കം അത് വെറുമൊരു കയ്യൊപ്പായിരുന്നില്ല. ലോകക്രമം മാറ്റിവരച്ച ഒരു പ്രഹരമായിരുന്നു. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് തൊട്ട് വാൾ സ്ട്രീറ്റ് വരെ ഇന്ന് ഇന്ത്യ എന്ന പേര് കേട്ട് വിറയ്ക്കുകയാണ്. അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നു, ചൈന പകച്ചു നിൽക്കുന്നു, അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ നിഴലിനായി യാചിക്കുന്നു, സ്വർണ്ണ വിപണി ഉലയുന്നു, ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. പക്ഷെ ഭാരതം മാത്രം ശാന്തമാണ്. എന്താണ് ഇന്ത്യയുടെ ആ സീക്രട്ട് മാസ്റ്റർ പ്ലാൻ? ലോകത്തെ വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ച ആ 18% രഹസ്യം എന്താ? 2026 ഇന്ത്യ ലോകം കീഴടക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നിതാ നമ്മൾ ഇഴകീറി പരിശോധിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സുവർണ കാലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട വ്യാപാര കരാറുണ്ടല്ലോ, അതൊരു ചരിത്രപരമായ അട്ടിമറിയാണ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വെറും 18% തീരുവ. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്രയും കാലം അമേരിക്കൻ വിപണി അടക്കി വാണിരുന്ന ചൈനയ്ക്കും വിയറ്റ്നാമിനും കിട്ടിയ മരണപ്രഹരമാണിത്. ഇനി അമേരിക്കയിലെ ഓരോ വീട്ടിലും മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയുള്ള വസ്ത്രങ്ങളും യന്ത്രഭാഗങ്ങളും എത്തും. ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റായ അമേരിക്കയുടെ വാതിലുകൾ ഇന്ത്യക്കായി മലർക്കെ തുറക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് കോടി ഡോളറാണ് നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകാൻ പോകുന്നത്. ഇത് നയതന്ത്രത്തിന്റെ ചെസ് കളിയാണ്. അതിൽ ഇന്ത്യ ഇപ്പോൾ ചെക്ക്മേറ്റ് അടിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് അയൽ രാജ്യങ്ങൾ പരിഭ്രാന്തിയിലും. ബംഗ്ലാദേശ് ഉടൻ തന്നെ അമേരിക്കയിലേക്ക് ദൂതന്മാരെ അയച്ചു. ഇന്ത്യക്ക് നൽകുന്ന ഇളവ് ഞങ്ങൾക്കും വേണം എന്നായിരുന്നു അവരുടെ കരച്ചിൽ. പക്ഷെ അവിടെയാണ് ഇന്ത്യയുടെ ബ്രാൻഡ് പവർ. ബംഗ്ലാദേശിന് അമേരിക്ക നൽകിയത് 19% തീരുവ. അതായത് അവിടെയും ഇന്ത്യയാണ് ബെഞ്ച് മാർക്ക്. ഇന്ത്യക്ക് താഴെ നിൽക്കാൻ മാത്രമേ മറ്റെല്ലാവർക്കും സാധിക്കൂ. ഇതിനൊരു മറുവശമുണ്ട്. അമേരിക്കൻ കോട്ടണും നൂലും ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കൂ. ഇതിലൂടെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ലക്ഷ്യമിടുന്നത് ഒന്നിനെ മാത്രമാണ്: ചൈനീസ് അസംസ്കൃത വസ്തുക്കളുടെ ആഗോള വിപണിയിൽ നിന്നും തുടച്ചു നീക്കുക. ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നേതാവായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലോകത്തിന്റെ ശ്വാസനാളമായ ഹോർമൂസ് കടലിടുക്കിലേക്ക് ഒന്ന് പോകാം. അവിടെ ഇറാനും അമേരിക്കയും കൊമ്പ് കോർക്കുകയാണ്. യുദ്ധത്തിന്റെ നിഴലിൽ ലോകം വിറയ്ക്കുമ്പോൾ ഇന്ത്യ അവിടെ സമാധാനത്തിന്റെ പാലമായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയെ എല്ലാവരും ഭയപ്പെടുന്നത്? നമുക്ക് ഇറാനുമായും അമേരിക്കയുമായും ഒരേപോലെ സൗഹൃദമുണ്ട്. ഇറാൻ സൈന്യം കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ലോകം ഇന്ത്യയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. കാരണം അവിടെ സമാധാനം ഉറപ്പാക്കാൻ ഭാരതത്തിന്റെ പടക്കപ്പലുകൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്ത്യയുടെ വാക്കിന് ലോകം വില കൽപ്പിക്കുന്നുണ്ട്. ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യ നടത്തുന്ന ഈ ഒരു സ്ട്രാറ്റജിക് നീക്കം ലോകത്തെ വൻ ശക്തികളെ പോലും അമ്പരപ്പിക്കുന്നു. സാമ്പത്തിക രംഗം കത്തുന്നു. സുഹൃത്തുക്കളെ, SBIയുടെ ലാഭം കേട്ട് വിദേശ നിക്ഷേപകർ അന്തം വിട്ടിരിക്കുകയാണ്. റിലയൻസും ടാറ്റയും അദാനിയും മാത്രമല്ല, നമ്മുടെ കൊച്ചു സ്റ്റാർട്ടപ്പുകൾ പോലും ഇന്ന് ഡോളറുകൾ വാരിക്കൂട്ടുന്നു. വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കുന്നു. IT മേഖല നോക്കൂ. NVIDIA പോലെയുള്ള ലോകോത്തര കമ്പനികൾ AI വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ മസ്തിഷ്കം ബാംഗ്ലൂരും ഹൈദരാബാദിലുമാണ്. ഇന്ത്യൻ IT ലോകത്തിന്റെ തലച്ചോറായി മാറിക്കഴിഞ്ഞു. നിഫ്റ്റി 30,000 കടക്കുന്ന ആ മഹാസ്ഫോടനത്തിന് ഇനി അധികം കാലമില്ല. സ്വർണ്ണവിലയാണെങ്കിൽ $5,000 മുകളിൽ റെക്കോർഡിൽ നിൽക്കുമ്പോഴും ഇന്ത്യക്ക് ആശ്വാസമായി ക്രൂഡ് ഓയിൽ വില താഴുകയാണ്. ഇത് ഇന്ത്യക്ക് കിട്ടിയ ഇരട്ട ലോട്ടറിയാണ്. ഇറക്കുമതി ചെലവ് കുറയുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിവേഗ പാതകൾ, അത്യാധുനിക റെയിൽവേ, ബുള്ളറ്റ് ട്രെയിനുകൾ. ഭാരതം ഇന്നൊരു മഹാനിർമ്മാണശാലയാണ്. ഇത് വെറുമൊരു സ്വപ്നമല്ല. 2026 നമ്മൾ കാണുന്നത് പുതിയ ലോകക്രമമാണ്.